നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടവരുടെ മനോദുഃഖം എന്നുള്ളത് വളരെ വലുതാണ്. സ്ത്രീകളായിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരുപാട് പേര് വരാറുണ്ട്. എന്നാൽ ദോഷങ്ങളെ കൊണ്ട് ഒരുപാട് പേര് വരാറുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ വലിയൊരു ശതമാനം ആൾക്കാരുടെ കുടുംബ പ്രശ്നത്തിന് കാരണം തന്നെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ മുന്നത്തെ പോലെ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല ആണായാലും പെണ്ണായാലും മുന്നോട്ട് പോകുന്നത്. കുടുംബജീവിതത്തിന്റെ ഭദ്രത എന്ന് പറയുന്നത് തന്നെ ഒരു ദമ്പതി ദാമ്പത്യ സുഖ സൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ എല്ലായിടത്തും കിട്ടുന്ന ആ രീതിയിലാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ. ഇതിനെ തുടർന്ന് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോന്ന് നഷ്ടം വരുമ്പോൾ കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. കടബാധ്യത വന്നു കഴിഞ്ഞാൽ, ഭർത്താവ് പണിക്ക് പോവാതെ വന്നു കഴിഞ്ഞാൽ ഭർത്താവിന്റെ പോരായ്മയെക്കുറിച്ച് പറഞ്ഞ് അയാൾ ജോലിക്ക് പോവാത്ത ആളാണ് എന്ന് പറഞ്ഞിട്ട് പെണ്ണ് വേണ്ടാൻ നിൽക്കുന്നവര്, അതുപോലെ തന്നെ തല്ലും ബഹളമായി കഴിഞ്ഞാൽ അയാൾ എന്നും തല്ലും കുത്താന്ന് പറഞ്ഞിട്ട് വേണ്ടാൻ നിൽക്കുന്നവർ, അതുപോലെ തന്നെയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ട് കഴിഞ്ഞാലും വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ പ്രതിവിധിയാണ് നിങ്ങൾ പറയുന്നത്. ആണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 95% ആളുകളുടെയും ഈ ലൈംഗിക ബലം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ കൊറോണയ്ക്ക് ശേഷം വലിയൊരു മഹാസത്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അത് നിങ്ങൾക്ക് മാത്രമാണെന്ന്. അപ്പോൾ അങ്ങനെയല്ല. ഞാനൊരു വൈദ്യനായതുകൊണ്ട് പറയണം, ഒരു ദിവസം ഒരു 100 ആളെങ്കിലും നമ്മളെ വിളിക്കുന്നത് കൊണ്ട് പറയണം. അപ്പോൾ ഒരു 95% പുരുഷന്മാരുടെയും ഈ ലൈംഗിക ബലം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ കൊറോണയ്ക്ക് ശേഷമാണ്. അതെന്താ കാരണം എന്നുള്ളത് പല കാരണങ്ങളായിരിക്കാം. ചില ആളുകൾക്ക് നീളം വണ്ണം ചുരുങ്ങിപ്പോയവർ, ചില ആൾക്കാർക്ക് നല്ല മനസ്സിൽ ഭയങ്കര വികാരമുണ്ട്, തീരെ എണീക്കില്ല, ചില ആൾക്കാർക്ക് എണീക്കും, ഒരു ബന്ധപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്നാൽ ചില ആൾക്കാർക്ക് തോന്നണമില്ല, ബലമില്ല, ഉദാഹരണമില്ല, ഒന്നുമില്ല, അവിടെ ഒരു സംഭവം ഉണ്ടോയെന്ന് അറിയൂല. അങ്ങനെ പല പല തരത്തിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിവാഹം കഴിഞ്ഞവർക്ക് മാത്രമല്ല, ചെറുപ്പം ചെക്കന്മാർക്ക് വരെ 10-20 വയസ്സ് മുതലുള്ള ആളുകൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പുരുഷന്മാരിൽ ജനറലായിട്ട് ബാധിച്ചൊരു വിഷയമാണ്. അപ്പോൾ ഇത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വെച്ചാൽ ഒരു നാണം വിചാരിക്കാതെ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ഭാര്യ അറിയോ, മക്കളറിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു തൈലം മേടിക്കാൻ വരുന്ന ഒരാളുടെ കെയറിങ് എന്ന് പറയുന്നത് സ്റ്റിക്കർ ഒട്ടിക്കരുത്, അതൊട്ടിക്കരുത്, ഭാര്യ കാണും, മക്കൾ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പേടിയാണ്. ആ പേടിയുടെ ആവശ്യമില്ല. നമുക്കൊരു ആരും നമ്മൾ മുഖേന തല്ലി ചതച്ചിട്ടോ ഇടിച്ച് പിഴിഞ്ഞിട്ടോ നഷ്ടപ്പെട്ട ഒരു വന്ധ്യതയോ ബലഹീനതയോ അല്ല. ഇത് ജനറലായിട്ട് ലോകത്തുള്ള ആണുങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആളുടെയും പ്രശ്നങ്ങളല്ല. അപ്പം നമ്മളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇത് റിക്കവറാക്കി എടുക്കേണ്ടത് ഓരോ പുരുഷന്മാരുടെയും അഹങ്കാരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും മനക്കരുത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ ഘടകം തന്നെയാണ് ലിംഗബലം എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് എന്താണ്, നമുക്കിത് നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാൻ കുറെ മാർഗങ്ങളുണ്ട്. നിങ്ങൾ ഏത് തൈലം പറ്റിക്കോ, ആരെന്ന് മേടിച്ച് പറ്റുമോ, പക്ഷെ നിങ്ങൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് അവരുടെ പ്രശ്നം നമ്മൾ അറിയുന്നത് കൊണ്ട് പറയാണ്. നിങ്ങൾ ഏത് കമ്പനിയുടെ തൈലം പറ്റിക്കോ, ഈ തൈലം പറ്റി കഴിഞ്ഞാൽ അതിനൊരു സമയം നിങ്ങൾ കാത്തിരിക്കുക. ഒരു തൈലം പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു വാദം പിടിച്ച് കുഴഞ്ഞൊരു വ്യക്തിയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ആയുർവേദം. അപ്പോൾ ഒരു തൈലം പരട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ മൊത്തം പരട്ടിയിട്ടതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഒരു എക്സസൈസ് പോലെ അങ്ങനെ ചാടുമ്പോൾ അതിലേക്ക് രക്തോട്ടം വന്നിട്ട് അത് റിക്കവറായിട്ട് വരണം. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഒരു മരുന്ന് പിടിക്കാനുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ആളുകൾ തിന്നാണ്ട് പരട്ടിക്കഴിഞ്ഞാൽ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര കംപ്രഷൻ ആവശ്യമായിട്ട് ഒരു കാര്യമില്ലാണ്ട് അത് 2 ദിവസം കൊണ്ട് നിർത്തും. എന്നിട്ട് വേറെ എന്തെങ്കിലും മേടിക്കും, അത് 2 ദിവസം കൊണ്ട് നിർത്തും. ഇങ്ങനെ ചെയ്യരുത്. പണനഷ്ടം എന്നല്ലാണ്ട് വേറെ ഒന്നുമല്ല, മാനസിക ടെൻഷൻ അത് വേറെ. ഇത് പരട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന തൈലം എന്ന് പറയുന്നത് ഇതാണ് വാജീകരണാദി എന്ന് പറഞ്ഞ തൈലം. ഈ തൈലത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീ ഞരമ്പുകളെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാറ്റും, ഞരമ്പിന് പവർ കുറഞ്ഞാൽ മാറ്റും, അതുപോലെ ശക്തി കുറവുണ്ടെങ്കിൽ മാറ്റും, അതുപോലെ എല്ലാ ഉദ്ധരിച്ചതിന് ശേഷം സമയ കുറവുണ്ടെങ്കിൽ അത് മാറ്റും. ഇതൊക്കെയാണ്. ഇത് നമ്മൾ പരട്ടിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചുക്കി ചുളിഞ്ഞെടുക്കുകയാണ്. വെറുതെ ഇങ്ങനെ പറ്റിയിട്ടതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചാടുമ്പോൾ ഇങ്ങനെ കിടന്ന് ആടിയിട്ട് എനിക്ക് രക്തോട്ടം വന്ന് റിക്കവറായി വരണം. ഇത് 3 മാസമൊക്കെ പിടിക്കും.
ഇത് ചത്തെടുക്കുന്ന സാധനം ജീവൻ വെച്ച് വരണം, അതിൻ്റെ അലിഞ്ഞ് റെഡി ആയി വരാനുള്ള ടൈം നമ്മൾ പിടിക്കും. ഇത് പരട്ടതൊരു 21 ദിവസത്തിന് ശേഷമാണ് ഇത് ഫലം കണ്ടു തുടങ്ങുക. അപ്പം നിങ്ങളിത് എന്ത് വേണം, ഇത് പരട്ടുന്ന സമയത്ത് നിങ്ങളിത് ശരിയാവാൻ സമയം പിടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങുക. വെറും 18-ാം തീയതി വരെ നമ്മൾ വിറ്റിരുന്നത്, 2025 സെപ്റ്റംബർ 18-ാം തീയതി വരെ വിറ്റിരുന്നത് നമ്മൾ ഇത് 400 രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കണം. പക്ഷേ അതിപ്പോൾ സാധനങ്ങൾക്ക് വില കൂടി, കാച്ചാനുള്ള പതായി ഒക്കെ കൂടി നോക്കുമ്പോൾ അതിന് 500 രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്, 200 മില്ലി. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ ക്ഷീരബലം 10 മില്ലിക്ക് 110 രൂപയാണ്. ഗന്ധതൈലം 10 മില്ലിക്ക് 90 രൂപയാണ്. അതുപോലെ തന്നെ ഗന്ധതൈലം 10 മില്ലിക്ക് 90 രൂപയാണ്. അപ്പോൾ ഇത് 10 മില്ലി ഉള്ളതാണ്, ഇത് 200 മില്ലിയാണ്. അതുപോലത്തെ അത്രയും എഫക്റ്റീവായിട്ടുള്ള തൈലാണ്. അപ്പോൾ ഇത് കോസ്റ്റിൽ ഇതൊക്കെ കൂടി നോക്കുമ്പോൾ നമുക്ക് മുതലാവാത്തത് കൊണ്ടാണ് ഇത് 500 രൂപയ്ക്ക് മാറ്റി. പക്ഷേ ഇത് വാങ്ങുന്നവരുണ്ടെങ്കിലും വാങ്ങിയവരുണ്ടെങ്കിലും ഇനി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇത് പരട്ടി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പിടിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ എക്സസൈസ് ചെയ്ത് ഇങ്ങനെ ആയിട്ട് 1 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഇത് തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. കാരണം ഇത് വാങ്ങുന്ന ആൾക്കാരോട് അടുത്തൊക്കെ ഞാൻ പറയും, ഇതിട്ട് വാങ്ങും, പിറ്റേ ദിവസം മുതൽ ഒരു മാറ്റമില്ലെന്ന് പറയും. ചില ആൾക്കാർ പറയും കൊമ്പ് വൈദ്യരൻ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് പറയും. ചില ആൾക്കാർ പറയും മാറ്റം കിട്ടാ നല്ല ഡയറ്റായിട്ടാന്ന് പറയും. എപ്പോൾ 10 സമയത്തേക്കും തുടങ്ങും പറച്ചിൽ. ഇവരോട് മറുപടി പറഞ്ഞ് മടുത്ത് ഞാൻ ഉദ്ധരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് തൈലം കൊണ്ട് പറയുക. അപ്പോൾ ചുങ്ങിപ്പോയത്, വണ്ണം കുറഞ്ഞത്, നീളം കുറഞ്ഞത്, ഉദ്ധരിച്ചതിന് ശേഷം അങ്ങനെ ബലമില്ലാതെ കിടക്കുക, ഇതൊക്കെയാണ് മാറുക. പക്ഷേ നമുക്ക് ഉദ്ധാരണ പവർ ഇല്ലെങ്കിൽ, ഉദ്ധാരണമല്ല ചുങ്ങിക്കെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ 2 തരത്തിലുള്ള കാര്യം ചെയ്യണം. ഇതിനാണ് ധാതുപുഷ്ടി എന്ന് പറയുന്ന ചൂർണം. അത് നമ്മൾ എന്ത് വേണം, നമ്മൾ 1 ടീസ്പൂൺ ചുടുവെള്ളത്തിൽ രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തോട് കഴിക്കേണ്ടത്. ഇത് ഏത് രോഗങ്ങളാർക്കും കഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മെഡിസിൻ അല്ല, ഫുഡ് സപ്ലിമെൻ്റ് ആണ്. നമ്മൾ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും കിട്ടാത്ത വാജീകരണ അല്ലെങ്കിൽ ഔഷധങ്ങളുടെ ഒരു പൊടിയാണ്. കാരണം വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ അതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഉത്തേജനം. ഇത് മുരിങ്ങാക്കായ, നായ്ക്കൊണ്ണപ്പരിപ്പ്, ശതാവരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ്, പാൽമുതിക്കും കിഴങ്ങ്, ഇലവങ്കം, പച്ചില, നാഗപ്പൂ, കുറുന്തോട്ടി, തഴുതാഴ്മ, അങ്ങനെയൊക്കെയുള്ള മരുന്നിൻ്റെ കോമ്പിനേഷൻ. ഈ സാധനം എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ മൂത്രാശയത്തിനോട് ബന്ധപ്പെട്ട എല്ലാ കേസും മാറും. കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, അതുപോലെ തന്നെ ഉദ്ധാരണമില്ല, ലിംഗത്തിലേക്ക് ഒരു രക്തോട്ടമല്ല, അതുപോലെ ഉദ്ധാരണ പവർ തന്നെ കൂട്ടും. ഇതിന് ചില ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ധാതുപുഷ്ടിയെ ബൂസ്റ്റ് ചെയ്ത് ലിംഗത്തെ ബലപ്പെടുത്തുന്ന ഒരു പരിപാടി ഇതിലൂടെ നടക്കണം. ഇതിന് നമുക്ക് 2 ടീസ്പൂൺ കഴിച്ചിട്ട് പോയിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഇത് 21 ദിവസത്തിന് ശേഷമാണ് ഇത് ഫലം കണ്ട് തുടങ്ങുള്ളൂ. 3 മാസം കഴിക്കണം. ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം. ഒരാൾക്ക് 1 മാസം കൊണ്ട് റെഡി ആയിച്ചിട്ട് നിങ്ങൾക്ക് റെഡി ആയിക്കൊള്ളുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രശ്നം ഒന്നല്ല. ചിലർക്ക് വീക്കുകൾ പല തരത്തിലുണ്ടായിരിക്കും. ഏത് തരത്തിലുള്ള വീക്കും മാറാൻ ഈ ഒരൊറ്റ സംഭവം മതി. അപ്പോൾ ഇങ്ങനെ പ്രശ്നമായിട്ട് വഷളായിട്ടും നാണം കെട്ടിട്ടും ഒക്കെ നടക്കുന്ന നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്കിത് ഇല്ലല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇത് എല്ലാവരും പോയി കിടക്കുക. നമ്മളൊരു വൈദ്യരായതോടെ പറയണ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മനോദുഃഖം കൊണ്ട് ഇവർ കിട്ടുന്ന അലട്ടുന്ന മാനസിക വിഭ്രാന്തി കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ഇതെന്ത് വന്നാലും നമുക്കൊരു ചുക്കൂലെന്ന് വിചാരിക്കണം. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ഭാര്യമാർ ഇനിയിപ്പോൾ അബദ്ധത്തിൽ നമ്മളെന്തെങ്കിലും ബലഹീനത പോരാഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. സംഭവിച്ചിട്ടല്ല, നമ്മൾ പെണ്ണുങ്ങളിൽ നിന്ന് കുറ്റം പറയില്ല കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ അങ്ങനെയുള്ള ആണുങ്ങൾ നമ്മളോട് പറയാറുണ്ട്. ഭാര്യയ്ക്ക് ഒരു വെറുപ്പ്, അപ്പോൾ അവരിഞ്ഞ് വേറെ വല്ല വഴിയും തേടി പോയെങ്കിലോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ മുള്ളുംകെട്ടിൽ വീണ ആൾ പിന്നെ മുളങ്കൂട്ടിൽ വീണ പോലെയോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇവിടെ അല്ലെങ്കിൽ അവിടെ പോയാലും കിട്ടാൻ പോലില്ല. നമ്മുടെ സ്നേഹവും പരിചരണവും ആത്മാർത്ഥതയ്ക്ക് പുറമെ ലൈംഗിക ബന്ധത്തിന് വേണ്ടി മറ്റൊരു പുരുഷൻ്റെ അടുത്തേക്ക് പോയിട്ടൊരു പെണ്ണ് പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചന്തവും മസിലും ഭംഗിയും കണ്ടിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഞാനിത് കണ്ടമാന ആൾക്കാരത് കണ്ടതാണ്. ചുക്കാമ്പടി ഇട്ടിരിക്കുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോഴാവും നമ്മൾ വിചാരിക്കുക കുടുങ്ങുക. കാരണം വെച്ചാൽ ഇവിടെ നല്ലപോലെ ഉണ്ടായിരുന്നത് വിട്ട് ഇവിടെ പോയി നോക്കുമ്പോൾ ഇതും ഇല്ല, തിന്നാനും കുടിക്കാനും ഇല്ലാത്തൊരവസ്ഥയും. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക വേവലാതിയായിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട്. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. കാരണം വെച്ചാൽ കാലവും മാറി, കാലഘട്ടവും മാറി, ഒക്കെ മാറി. കാരണം ഇനി ഇപ്പോഴത്തെ പ്രശ്നം ജനങ്ങളിൽ വലിയൊരു ഭാഗം തന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയമാണ്. ആ പരാജയം അവരെ മാനസികമായിട്ട് തളർത്തുകയാണ്. ഈ തളർത്തുന്നതിനെ നിങ്ങൾ ലൈറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ്, ഒരു പെട്ടെന്ന് ഉദ്ധാരണം ഉണ്ടാവാനുള്ളൊരു ഗുളിക മേടിച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ കാര്യം നടക്കും. പിന്നീട് അത് വീക്കാവും. അത് ആരോഗ്യപരമായിട്ട് വീക്കാവും.
നമ്മൾ ജനറലായിട്ട് നിങ്ങൾ ഏതോ വിശ്വാസമുള്ള വൈദ്യരെയോ ഡോക്ടറെയോ ആരെങ്കിലും കഴിഞ്ഞ് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് റിക്കവർ ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് ഏറ്റവും നല്ലത്. കാർത്തിക ആയുർവേദിക്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പിന്നിൽ ഞാനും എൻ്റെ ഭാര്യയും അല്ലാതെ മറ്റൊരാളും ഇല്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മളിലാണ്. ഇപ്പോൾ ഈ ധാതുപുഷ്ടി എന്ന് പറയുന്നതിൽ കുറുന്തോട്ടി ഉണ്ട്, അങ്ങനെയുള്ള മരുന്നുകളും കിഴങ്ങുകളൊക്കെ ആണല്ലോ. ഇത് പല സ്ഥലത്തും ഉണ്ടായി കഴിഞ്ഞാൽ പല വ്യത്യാസമുള്ള ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ അരികിലുള്ള കുറുന്തോട്ടി നമ്മൾ പറിച്ചിട്ട് അത് പൊടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിന് കാർബണിൻ്റെ അളവ് കൂടുതലായിരിക്കും. കാരണം പുക തട്ടിയിട്ട് കാർബൺ ആയിരിക്കും. അതുപോലെ തന്നെ മെർക്കുറി കൂടുതലുള്ള ആയിരിക്കും. അങ്ങനെ പല സ്ഥലത്തുണ്ടാകുന്ന മരുന്നിന് പല പല വ്യത്യസ്തമായിട്ടുള്ള പോഷക വ്യത്യാസങ്ങളുണ്ടായിരിക്കും. എല്ലാ മരുന്നും എല്ലായിടത്തും ഒരുപോലെ അല്ല. കുറുന്തോട്ടി കാട്ടിൽ നിന്ന് പറിച്ചതും റോട്ടിൽ നിന്ന് പറിച്ചതും രണ്ടും രണ്ടാണ് അതിൻ്റെ ഗുണങ്ങൾക്ക്. അപ്പോൾ നമ്മളെന്താ കാട്ടിൽ നിന്ന് പറിച്ചതാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിലും ഈ വിൽക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്തത് എവിടുന്ന് പറിച്ചതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോമ്പിനേഷനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ ലാബ് ടെസ്റ്റിനോടും അവിടെ പോയിട്ട് അവർ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് എന്തെങ്കിലും കാരണത്താൽ ഭക്ഷ്യയോഗമോ അല്ലെങ്കിൽ മെറ്റൽ കണ്ടന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മെർക്കുറി മറ്റുള്ള സാധനങ്ങളൊക്കെ കൂടിയിട്ട് നമ്മൾ കുറച്ച് കാലം അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആ ടെസ്റ്റിലും നമുക്ക് യാതൊരു പ്രശ്നമില്ലെങ്കിൽ മാത്രമേ നമ്മളിത് പുറമേക്ക് നിങ്ങൾക്ക് തരുള്ളൂ. നമ്മളൊരു ഫുഡ് സപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനോ രോഗത്തിൽ നിന്ന് രക്ഷിക്കാനോ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും പക്ഷെ മറ്റൊരു ആപത്ത് വരാതിരിക്കേണ്ടത് എൻ്റെ ഒരു നിർബന്ധമായിട്ടൊരു ബുദ്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു മരുന്ന് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് അന്നൊക്കെ ഫലിക്കില്ല. അന്നൊക്കെ ഫലിക്കുന്ന എന്തെങ്കിലും ലേഹ്യം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ പിന്നിൽ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഗുളികകളുടെ പൊടിച്ചിട്ടുണ്ട്. ഈ വാജീകരണ പവർ കിട്ടുന്ന ഗുളികൾ പൊടിക്കാണ്ട് ഒരു ലേഹ്യം ഒരു ടീസ്പൂൺ കഴിച്ചാൽ നിങ്ങളെ ലൈംഗിക ബലം കിട്ടില്ല. അത് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾ 2 പ്രാവശ്യം ഇപ്പം തുർക്കി ജാം ഒരു ട്രെൻഡായിരുന്നു. തുർക്കി ജാം ഉണ്ടാവുക ജാഥ പോലെ വരികയായിരുന്നു. ഇപ്പോൾ ആ ബഹളം നിന്ന് കാരണം ആരെങ്കിലുമൊക്കെ കിട്ടണമെന്നൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നും നമ്മളിലേക്ക് ഓരോന്ന് ഇറങ്ങി വരും. അത് 4 ദിവസം ഓടും, പിന്നെ തീരെ ഇല്ലാണ്ടാവും. നമുക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ അതിൻ്റേതായ പോഷകങ്ങൾ നമ്മളിൽ വേണം. ത്വക്ക്, ചർമ്മം, മാംസം, രക്തം, അസ്ഥി, മജ്ജ, മേജസ്, ശുക്രം ഇത്രയും കാര്യങ്ങളെ റിക്കവറാക്കി നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഓജസ്സും തേജസ്സും ഉണ്ടായി നല്ലൊരു ജീവിത പങ്കാളിയാവാനുള്ള കരുത്തുണ്ടാവണമെങ്കിൽ നമ്മൾ ധാതുപുഷ്ടി ചൂർണ്ണം കഴിക്കുക വേണം. ഇതിൻ്റെ മേലെ കണ്ട് നല്ലൊരു മരുന്ന് ആൾക്കാർ ഇറക്കണമെങ്കിൽ ഞാനൊരു ഒരുപാട് ഗ്രന്ഥങ്ങൾ 10-28 വർഷമായിട്ട് നമ്മൾ വൈദ്യ പരിശോധനയായിട്ട് നടന്നിട്ട് ഇത്രയും ഒരു നല്ലൊരു ഔഷധ ചേരുവ ഒരു ഗ്രന്ഥത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതിനോട് എങ്ങനെയാണ് വാജീകരണ പവർ ഉണ്ടാവുക, എന്ത് കഴിച്ചാലും ഉണ്ടാവുക എന്നുള്ളത് റെഫർ ചെയ്തിട്ട് കോമ്പിനേഷനായിട്ടുള്ള സാധനം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നാണം വിചാരിച്ചിട്ടോ അതുപോലെ തന്നെ ടെൻഷൻ വിചാരിച്ചിട്ടോ ചമ്മൽ വിചാരിച്ചോ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നാക്കം പോകുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നാം എടുത്തു പറയുന്നത് കണ്ടമ്പള്ളി കരിന്തറ മാന്ത്രിക വൈദ്യമഠം പ്രസാദ് ശർമ്മ എന്ന് ഞാൻ തുടക്കത്തിൽ പറയുന്നത് വെച്ചാൽ അതൊരു അഹങ്കാരം കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ജനങ്ങളെ ഞാൻ പറ്റിക്കാണ്ട് ജനസേവനം നടത്തിയത് കൊണ്ട് തന്നെയാണ്. ഒരു 10-22 വർഷക്കാലം നമ്മൾ വൈദ്യരായിട്ട് ഇരുന്നിട്ട് ഒരു 5 പൈസ ഒരാളിൽ നിന്ന് ഞാൻ ഫീസ് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഫീസ് വാങ്ങാതെ 10% ഡിസ്കൗണ്ടിൽ മരുന്ന് കൊടുത്തു വന്നിരുന്ന ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു മരുന്നിൻ്റെ ഗുണനിലവാരം എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ദുഃഖിതരാണ്. ഇപ്പോൾ ചില ആളുകൾ നമ്മളെ കമൻ്റ് ഇടും ഇയാൾക്ക് വട്ടാണോ എന്ന്. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് പെണ്ണൂല പടക്കോഴിയിലെ സാധനമല്ല ഒന്നും വേണ്ട, ഉണങ്ങി കടിച്ച് കിടക്കണം, അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വെറുതെ ഇരുന്ന് തോണ്ടിയിട്ട് ഇങ്ങനെ വിട്ടാൽ മതി. പക്ഷെ കുടുംബമായിട്ട് ജീവിക്കുന്നവരിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നത് കൊണ്ടും വരുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടും നമ്മൾ അറിയുന്നത് കൊണ്ടുമാണ് നിങ്ങൾ ഇത് പറയുന്നത്. നിങ്ങളിൽ ഇങ്ങനെയുണ്ടോ, നിങ്ങൾക്കിത് വരാതിരിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.